കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി 4ാം ദിനത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു ക്വിസ് മത്സരം നടന്നത്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. അപ്പം 4ാം ക്ലാസ്സിലെ കുട്ടികളും 3ാം ക്ലാസ്സിലെ കുട്ടികളും നന്നായിട്ട് ഉത്തരം പറയുമല്ലോ, പറയില്ലേ? ഞാനീ പറയുന്ന കേൾക്കുന്ന പോലുമില്ല അവർ. ഇന്നലെ കിട്ടിയ മുട്ടായിയുടെയും പേനയുടെയും ഓർമ്മയിരിക്കുക, അതൊക്കെ മറന്നിട്ട്. ഇപ്പം ആദ്യത്തെ ചോദ്യങ്ങൾ വരുന്നത് LPS വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ പരീക്ഷ കഴിഞ്ഞ് അപ്പോഴത്തന്നെ വാല്യൂ ചെയ്ത് മാർക്കിട്ട 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കിട്ടുന്ന കുട്ടികൾക്ക് നല്ല മനോഹരമായ പേനകളാണ് സമ്മാനം. അത് കഴിഞ്ഞിട്ട് UP വിഭാഗത്തിലേക്ക് കടക്കും. നമുക്ക് സമയമനുസരിച്ച് മിനിമം LPSൻ്റെ 10 ചോദ്യം കൊണ്ട് നിർത്താം. UP വിഭാഗത്തിന് നിങ്ങൾ മിടുക്കരാണെങ്കിൽ 15 or 20 ചോദ്യങ്ങൾ ചോദിക്കാം. ഹൈസ്കൂൾ വിഭാഗത്തിന് ഞാൻ അപ്പോഴും ചാൻസ് തരും. ഈ UP വിഭാഗത്തിലെ കുട്ടികൾക്ക് അറിയാത്ത ഉത്തരം പറയാനുള്ള സാഹചര്യം നിങ്ങൾക്ക് തരാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രത്യേകം പ്രൈസ് കിട്ടും. ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നല്ല. പക്ഷേ എത്ര ഭംഗിയായിട്ട് അറിയാവുന്നൊരു ചോദ്യമാണെങ്കിലും ഇപ്പം ഞാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് ചോദിച്ചു. 1ാം ക്ലാസ്സുകാരും 2, 3, 4 അവർ ശ്രദ്ധിക്കുന്നില്ല. ചോദിക്കുമ്പോൾ ഉടനെ അവിടെ നിന്ന് കേരളം ഒന്ന് പറഞ്ഞു കളയരുത്. നമ്മുടെ സംസ്ഥാനം ഏതാ? അത് വിളിച്ചു പറഞ്ഞു കളയരുത്. വിളിച്ചു പറഞ്ഞാൽ മാർക്കില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് എത്ര ഭംഗിയായിട്ട് അറിയാമെങ്കിലും നിങ്ങളുടെ ചുണ്ട് പോലും അനക്കരുത്. എവരെടുത്ത് ചോദിച്ച് ഇവർക്ക് അറിയില്ല എങ്കിൽ ആ ചാൻസ് ഞാൻ നിങ്ങൾക്ക് തരും. ഓഡിയൻസിന് ഉത്തരം പറയാനുള്ള അവസരം തരും. അപ്പോൾ അങ്ങനെ ആദ്യം ഉത്തരം പറയുന്ന ഓഡിയൻസിൻ്റെ കൂട്ടത്തിലുള്ള കുട്ടിക്ക് സമ്മാനം കിട്ടും. ഇതുപോലെ UP വിഭാഗത്തിലെ ചോദ്യങ്ങൾ അവരെ ചോദിച്ച് അവർക്ക് ആർക്കും അറിയില്ല, ഉത്തരമെല്ലാം തെറ്റാണെങ്കിൽ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് ഓഡിയൻസിനായിട്ട് തരും. നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛനമ്മമാരും ചേട്ടന്മാരും ഒക്കെ ഇരിപ്പുണ്ട് ഉത്തരം വിളിച്ചു പറയാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോഴേ പറയാം, വിളിച്ചു പറയരുത്. നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. മത്സരമാണിത്. അത് വീട്ടിലുള്ള അനിയനും ചേട്ടനും ആണെങ്കിൽ പോലും ആ മത്സരം അടുത്തയാളിനെ സഹായിക്കാൻ നോക്കരുത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, ഇപ്പോൾ +2കാർക്ക് 18 വയസ്സ് തികയുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാ പഠിക്കുന്നേ? ചുമ്മാ വീട്ടുകാരുടെ ശല്യം കൊണ്ടില്ലേ? അച്ഛനും അമ്മയും പറയുന്നുണ്ടാണോ പണ്ട്? ആ ഹൈസ്കൂളിലെ കുട്ടികൾ പറ, എന്തിനാ നിങ്ങൾ പഠിക്കുന്നേ? വല്ല ഉദ്ദേശമുണ്ടോ പഠിക്കുന്നതിന്? ഇല്ല. അങ്ങനെയാണോ? ഇന്നലെ ഇവിടുത്തെ നമ്മുടെ സദ്യ നടത്തിയത് ഒരു ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ഭാഗമായിരുന്നു. ഉച്ചയ്ക്ക് ആ ചേച്ചി MBBS കഴിഞ്ഞ ഡോക്ടറാണ്. ആ MBBS ഒക്കെ പറഞ്ഞ് എങ്ങനെയാ പഠിക്കാതെ കിട്ടുമോ? അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം. LP, UP, ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കാണ് മത്സരം നടത്തിയത്. മത്സരത്തിൽ ബാലവേദിയിലെ 62 കുട്ടികൾ പങ്കെടുത്തു. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ആ എണ്ണം മാത്രം എഴുതിയാൽ മതി. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. എത്ര ജില്ലയുണ്ടെന്ന് അറിയാമെങ്കിൽ അത്ര എണ്ണം മാത്രം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഈ സ്ഥലമുണ്ടല്ലോ, ഇത് ഏത് ജില്ലയിലാണ്? 5ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഏറ്റവും വലിയ ഫലം. ഏറ്റവും വലിയ ഫലം നമ്മളെ നാട്ടിൽ കാണും. അതിന്റെ പേര് ചോദിച്ചാൽ മതി. നോക്കരുത് ഇങ്ങോട്ട്. ഏറ്റവും വലിയ ഫലം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിഗ്രി എന്ന് വെച്ചാൽ അറിയാമോ? BA, BSc, BCom എന്നൊക്കെ പറയുന്നില്ലേ? ആ ഡിഗ്രി പാസ്സായ ആദ്യ പിന്നോക്ക സമുദായത്തിലെ ഒരു മാമിയാണ്. ചോദ്യം കേട്ട പഠനം. ഈ കറുത്ത നിറത്തിലെ പാല് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചോദ്യം കറുത്ത നിറത്തിലുള്ള പാല് തരുന്ന ജീവി
ഉത്തരം എഴുതിക്കോ. ഇതൊക്കെ 1ാം ക്ലാസ്സിലെ കുട്ടിയെക്കറിയാം. ഞാനിപ്പോൾ പറയുകയും ചെയ്തത് കറുത്ത നിറത്തിലുള്ള പാല് തരുന്ന ജീവി. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഒരു പ്രദേശം കേരളത്തിലുണ്ട്. ഏറ്റവും ഉയർന്ന പ്രദേശമുണ്ട് ആനമുടിയ. ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം. ഉത്തരം പറഞ്ഞെഴുതിയ രണ്ടുപേർക്കും ജയിച്ച കുട്ടികൾക്ക് സമ്മാനവും നൽകി. ഒരു വലിയ വീട്